കൊല്ലം സുധിയുടെ മരണശേഷമായിരുന്നു ഭാര്യയായ രേണു ഭർത്താവിന്റെ പാത പിന്തുടർന്ന് അഭിനയത്തിലേക്ക് വന്നത്. സുധി ജീവിച്ചിരുന്ന കാലത്ത് ടിക്ടോക്ക് റീൽസ് വീഡിയോകൾ രേണു ചെയ്യുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും അഭിനയത്തിലേക്ക് തിരിയാനുള്ള പ്ലാൻ രേണുവിന് ഇല്ലായിരുന്നു. പിന്നീടാണ് സുധിയുടെ മരണം നടന്നത്. സ്റ്റേജ് ഷോകൾ, സിനിമകൾ എന്നിവയിൽ അഭിനയിച്ചും മിമിക്രി കാണിച്ചും ലഭിക്കുന്ന പ്രതിഫലം മാത്രമായിരുന്നു സുധിക്കുണ്ടായിരുന്ന ആകെ വരുമാനം എന്നതും. നിത്യചെലവിനും ചെറിയ കടങ്ങൾ വീട്ടാനും മാത്രമായിരുന്നു ആ പണം കൂടുതലും ഉപയോഗിച്ചിരുന്നതും. അതിനാൽ കാര്യമായി സമ്പാദിക്കാനോ ഭാര്യയ്ക്കും മക്കൾക്കുമായി ഒരു വീട് നിർമ്മിക്കാനോ ഒന്നും തന്നെ താരത്തിന് കഴിഞ്ഞിട്ടില്ല. സുധിക്ക് സമ്പാദ്യമൊന്നും ഇല്ലാത്തതിനാൽ നടന്റെ മരണശേഷം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കുടുംബത്തിന് വളരെയധികം ബുദ്ധിമുട്ടുകളായിരുന്നു ഉണ്ടായിരുന്നതും. പലരുടെയും ചെറിയ സഹായം രേണുവിനും മക്കൾക്കും ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ആരെയും ആശ്രയിക്കാതെ തന്നെ മക്കളുടെയും തന്റെയും ചിലവിനുള്ളത് സമ്പാദിക്കണമെന്ന കാര്യം രേണുവിന് വളരെയധികം നിർബന്ധമാണ്. അതിനാലാണ് അഭിനയത്തിലേക്ക് താരം തിരിഞ്ഞതും. തുടക്കം നാടകത്തിൽ അഭിനയിച്ചു. പിന്നീട് നിരവധി ഷോർട്ട് ഫിലിമുകളിലും മ്യൂസിക് വീഡിയോകളിലേക്കും രേണുവിന് അവസരം വന്നു തുടങ്ങി. രേണു ഭാഗമായ മ്യൂസിക് വീഡിയോകളും റീലുകളും ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയതോടെ സിനിമയിൽ നിന്നും താരത്തിന് അവസരങ്ങൾ ലഭിച്ചു. എന്നാൽ ഗ്ലാമറസായി രേണു അഭിനയിക്കുന്നതിനോടും ഫോട്ടോഷൂട്ട് നടത്തുന്നതിനോടും ഒരു വിഭാഗം പ്രേക്ഷകർക്ക് ശക്തമായ എതിർപ്പാണ് നിലനിൽക്കുന്നത്. അതിനാൽ അഭിനയത്തിലേക്ക് ഇറങ്ങിയ ശേഷം മുമ്പ് രേണുവിനെ പിന്തുണച്ചവരിൽ പലരും ഇപ്പോൾ എതിർപ്പ് അറിയിക്കുകയാണ്. രേണുവിന്റെ പുതിയൊരു വീഡിയോ ആരാധകർക്കിടയിൽ ഇപ്പോൾ ഏറെ സംസാര വിഷയമായിരിക്കുകയാണ്. കഴുത്തിൽ തുളസിമാല അണിഞ്ഞ് നവവധു ലുക്കിലാണ് രേണു ഈ പുതിയ വീഡിയോയിൽ എത്തിയിരിക്കുന്നതും. വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ രേണു വീണ്ടും വിവാഹിതയായോ എന്ന സംശയമാണ് പ്രേക്ഷകർക്കിടയിൽ നിലനിൽക്കുന്നതും. പക്ഷെ വിവാഹമായിരുന്നില്ല. നേരെ മറിച്ച് അതൊരു മ്യൂസിക് വീഡിയോയ്ക്കോ ഷോർട്ട് ഫിലിമിനോ വേണ്ടിയാണ് രേണു നവവധുവിന്റെ വേഷത്തിൽ അഭിനയിച്ചത്. പതിവ് പോലെ തന്നെ ഈ പ്രാവശ്യം പ്രശംസയേക്കാൾ വിമർശനമാണ് താരത്തിന് ലഭിച്ചുകൊണ്ടിരുന്നത്. യഥാർത്ഥ വിവാഹമായിരുന്നില്ല, ഷൂട്ടിന് വേണ്ടി നവവധുവായി ഒരുങ്ങിയതാണെന്ന് മനസ്സിലാക്കാതെയാണ് പലരും രേണുവിനെ വിമർശിച്ച് കമന്റുകളുമായി രംഗത്ത് വന്നത്. നെഗറ്റീവ് പബ്ലിസിറ്റി നിലനിർത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ട് നിൽക്കണമെന്നതാണ് രേണുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അവർക്ക് നന്നായി അറിയാം എന്ത് ചെയ്താലാണ് ഫെയിം ആയിട്ട് നിൽക്കാം എന്നത്. മാത്രമല്ല, ഈ നാട്ടിലെ ആദ്യത്തെ വിധവയൊന്നുമല്ല രേണു സുധി. കൈക്കുഞ്ഞാകുമ്പോൾ ഭർത്താവ് മരിച്ചതും ഇട്ടിട്ട് പോയതുമായ പല സ്ത്രീകളും ഈ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട്. അവരൊക്കെ നല്ല അന്തസ്സായിട്ട് തന്നെയാണ് സമൂഹത്തിൽ ജീവിക്കുന്നതും. എന്നാൽ ഇവരുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. ഭർത്താവിന്റെ പേര് പറഞ്ഞുള്ള മാർക്കറ്റിംഗ് ആണ് ശരിക്കും നടക്കുന്നത്. കൂടാതെ അഭിനയിക്കാനായി കഴിവുണ്ടോ അതും ഇവർക്കില്ല. ഇത്തരത്തിൽ ശക്തമായ വിമർശനങ്ങളാണ് രേണുവിനെതിരെ വരുന്നത്. സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവുകൾ നിറയുമ്പോഴും തന്റെ താല്പര്യങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ചുകൊണ്ട് ജീവിക്കാനാണ് രേണു കൂടുതലും തിരഞ്ഞെടുത്തിരിക്കുന്ന തീരുമാനം. സുധിയുടെ ആദ്യ വിവാഹം പരാജയമായിരുന്നു. ഇതിനെ തുടർന്ന് സുധിയുടെ ജീവിതത്തിലേക്ക് രേണു എത്തിയതും. സുധിയുടെ ആദ്യ വിവാഹത്തിലെ മകനും ഇപ്പോൾ രേണുവിന്റെ സംരക്ഷണത്തിനാണ് ഉള്ളത്.